ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഇപ്പം ഇത് രാവിലെ ഇങ്ങനെ വാതിൽ തുറന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്താണ്. പക്ഷെ ഫോണിൽ അങ്ങനെ കാണുന്നുണ്ട് വെക്കാറില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു വെളിച്ചം കാണില്ലേ. അപ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല രസം, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ചായ കുടിക്കാണ്. അപ്പോൾ ചായ ഞാൻ ആദ്യം ഇങ്ങനെ പാല് നന്നായി തിളപ്പിച്ചിട്ട് പിന്നെ അതിന് കുറച്ച് പാലെടുത്ത് മാറ്റിയിട്ട് കുറച്ച് പാലിൽ പൊടിയും പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല കടുപ്പത്തിലാക്കിയിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ എന്താക്കണം. അപ്പോൾ നമ്മളെ ചായ അവിടെ സെറ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കുക. എനിക്കങ്ങനെ ഈ ഒരു വേട്ട ചായ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല നല്ല പാലും ആവശ്യത്തിന് പൊടിയും മധുരമൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ചായ കുടിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് പുട്ടും പഴമായിരുന്നു. അപ്പോൾ പുട്ടും പഴവും അങ്ങനെ ഒക്കെ കഴിച്ചു. പിന്നെ നമ്മളെ ഉപ്പേരി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് പച്ചക്കായും മമ്പയറും ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എൻ്റെ കാക്കൂന് നല്ല ഇഷ്ടമാണ്. കാക്കൂന് ഇങ്ങനെ പച്ചക്കായും മമ്പയറും അല്ലെങ്കിൽ പച്ചക്കായ ചെറുപയർ അല്ലെങ്കിൽ എന്താ മുതിര അല്ലെങ്കിൽ മത്തനും മമ്പയറൊക്കെ ഇട്ട് വെക്കണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം ആൾ കൊണ്ടുവരുമ്പോൾ കുറേ കൊണ്ടുവരും, 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനായിട്ട്. നമ്മളിവിടെ 2 ആളായതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്ന് പച്ചക്കായും മമ്പയറുമാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു, കുഞ്ഞുള്ളി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ എരിവിനായിട്ട് നമുക്ക് നമ്മളെ ചുവന്ന മുളക് ഉണ്ടല്ലോ, അത് ഇങ്ങനെ കുത്തി പൊട്ടിച്ചില്ലേ, അതിടാം. അല്ലെങ്കിൽ കാന്താരി ചതച്ചിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിത് പച്ചക്കായ ഇടുന്നുണ്ട്. പച്ചക്കായ ഇതിന് കുനുകുന അരിയാൻ പറ്റും, നിങ്ങൾ അരിഞ്ഞോളൂ. എനിക്ക് ഇത്ര അരിയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ എത്ര കുഞ്ഞാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക, വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞോളൂ എരിവിനായിട്ട് കാന്താരി ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് ഇടാം, അതല്ലെങ്കിൽ ചുവന്ന മുളക് ചതച്ചിട്ടാലും മതി. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഈ ഒരു സംഭവം കുഴഞ്ഞു പോവും. അപ്പോൾ എന്താ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ല, ഐ മീൻ ഒരു കട്ട പിടിച്ചിരിക്കുന്നതാവുമല്ലോ. അപ്പോൾ പാകത്തിന്, അതായത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുത്താൽ മതിട്ടോ. അപ്പോൾ ഇങ്ങനെ വിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ അപ്പൂ എന്നൊക്കെ പറയട്ടോ, നിങ്ങൾ കാര്യമാക്കണ്ട. അത് നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. ഓക്കെ. അപ്പോൾ അതേ നമ്മളങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ സംഭവം വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ വേവിച്ച് വെച്ച മമ്പയറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ ഉപ്പേരി ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൽ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മളിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ഉപ്പേരി സെറ്റാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരിക്ക്, നല്ല മണമുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരി അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ട വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അധികം വേവിച്ച് ഈ പച്ചക്കായ കൊട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി. പിന്നെ ഞാൻ ബീഫായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫിൽ ഈ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ എടുക്കില്ല, നല്ല പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ എല്ലൊക്കെ വലിയ എല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതേ കുക്കറിൽ എണ്ണ ഒഴിച്ചു, കുറച്ച് മാത്രം ഉലുവ ഇട്ട് കൊടുത്ത് സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ സവാള ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവോളം നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ എനിക്കങ്ങനെ ഈ മറ്റേ കുക്കറി ചാനലൊക്കെ ഉണ്ടല്ലോ, അവർ വരണമാരൊന്നും പറയാനൊന്നും അറിയില്ലേ. നമ്മളെ വീട്ടിൽ നമ്മളെ ആൾക്കാരോട് പറയണ മാതിരി എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അല്ല അവർ പറഞ്ഞ അരി ഇച്ചിരി പൊടി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക എന്നൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ, നോർമലായിട്ട് പറയുന്നുള്ളൂ. ഇടയ്ക്കൊക്കെ നമ്മളെ മലപ്പുറത്തെ ഭാഷ വരും എന്നെഴുതി വല്ലാണ്ട് അങ്ങനെ നമ്മളവിടുത്തെ ഭാഷയൊന്നും പറയില്ല. ഇടയ്ക്ക് ചിലതൊക്കെ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷത്തെ നമ്മൾ മുളക് പൊടി ഇട്ടോ, കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതേ അടുത്തായിട്ട് ഇട്ടെടുത്തത് നമ്മളെ ബീഫ് മസാലയാണ്. അപ്പോൾ അതും ഒരു 2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് തന്നെ 3-4 ഒക്കെ ഇട്ടു കേട്ടോ. അപ്പോഴേ ഒരു കറക്റ്റ് ഒരു ഇത് വരുള്ളൂ. അപ്പം എനിക്ക് ഒരു പക്ഷേ വലിയ സ്പൂണാക്കി ചിലപ്പോൾ കണക്ക് കിട്ടില്ല. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു കുഞ്ഞ് സ്പൂണാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാത്തേക്കും 4 സ്പൂൺ ഇടുന്നത് കേട്ടോ. പിന്നെ അതേ കാശ്മീരി ചില്ലി ഞാൻ കുറേ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു കളറിനായിട്ട്. നമുക്കിങ്ങനെ ചുമന്നിരിക്കണം, അതുകൊണ്ട് ഞാൻ നല്ലോണം കാശ്മീരി ചില്ലി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ ബീഫ് ഇട്ടെടുത്തിട്ടുണ്ട്. ബീഫ് കുറച്ചുള്ളൂ, ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലും മുട്ടി അങ്ങനത്തെ ഒന്നുമില്ല, നല്ല നല്ല പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടതാ നമ്മൾ നല്ല സൂപ്പറായിട്ട് എനിക്കങ്ങനെ ബീഫ് അരിയാനും മുറിച്ചാണെന്ന് അറിയില്ല. അപ്പം നിന്നെ കൊണ്ടാണ് വിധത്തിലൊക്കെ ഞാനങ്ങോട്ട് വെട്ടിക്കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് എടുത്തെടുത്തിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടെടുത്തിട്ട് നമ്മൾ അങ്ങനെ വേവിച്ച് ഒരു 5-6 കൂക്കൊക്കെ കുക്കിയപ്പോൾ നമ്മളെ ബീഫ് ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്നും നമ്മൾ തൂമിച്ചെടുക്കുക. അതിനിതേ വെളിച്ചെണ്ണയിൽ കുഞ്ഞുള്ളി നല്ല അരിഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്പൂണൊക്കെ കുഞ്ഞ് സ്പൂണാണ്. നമുക്ക് പിന്നെ അങ്ങനെ വലിയ തവിയൊന്നും എടുക്കണമെന്നൊന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാക്കിയാൽ പോരെ. എൻ്റെ അമ്മയൊക്കെ കാണാൻ മറ്റേ കത്തിയൊക്കെ ഇട്ട് കണ്ട് ഇളക്കണം. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉള്ളി ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മളെ ബീഫ് അങ്ങോട്ട് കൊട്ടിയിക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. ഇത് നല്ല കളറുള്ളത് ഞാൻ പറഞ്ഞല്ലോ കാശ്മീരി ചില്ലി ഇട്ടുകൊണ്ടാട്ടോ, അല്ലാണ്ട് അത്ര വലിയ എരിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ എന്താ പറയുക ബീഫ് ഫ്രൈ അല്ല, കുറച്ചൊക്കെ ഗ്രേവി ഉണ്ട്. അപ്പോൾ അതിട്ട് ലാസ്റ്റ് പരിപാടിയാണ് നമ്മളെ മല്ലിയില. എൻ്റെ അത് കേട്ടോ, മല്ലിയിലൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും വാരിക്കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. മല്ലിയില ഇട്ടിട്ട് അധികം ഒന്നിട്ട് തിളപ്പിച്ചുണ്ടാക്കാം, ചൂടാക്കി ഉണ്ടാക്കണ്ട. മല്ലിയിലൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട സാധനമാണല്ലോ. അപ്പോഴത്തേ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ എല്ലും മുട്ടിയും കോലും അങ്ങനത്തെ കുന്തൊന്നുമില്ല, വെറും നല്ല നല്ല പീസ് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ഇറച്ചി അങ്ങനെ നന്നാക്കാമെന്ന് അറിയില്ല, എനിക്ക് പറ്റണമാരൊക്കെ നന്നാക്കി ഞാൻ അങ്ങനത്തെ കോലും കൊള്ളയൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ 2 ലേസ് മേടിച്ചിട്ട് 2 പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ ഈ ഒറ്റൊന്നും ഈ കാണുന്നതേ ഉള്ളൂ. മറ്റേ പാക്കറ്റിൽ നിറയുണ്ടെങ്കിലും ഇതിൽ ഈ 2 ഉള്ളൂ. 5 ഉറുപ്പ്യ അങ്ങോട്ട് പോയി. എന്താ ഇപ്പോൾ കഥ, കാലം പോയവരെ പോക്കേ. എന്തായാലും ഒഴിവാക്കിയൊന്നുമില്ല, ഞങ്ങൾ തിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ മൂപ്പരാൾ കാറും വണ്ടിയൊന്നും കളിയാണ്. ഇയാൾക്ക് ഈ ഒരു കളി തന്നെ ഏത് നേരം നോക്കിയാലും വണ്ടി പ്രാന്തന. ടാറ്റൊക്കെ തരുന്നുണ്ട് നിങ്ങൾക്ക്, ഞാൻ ടാറ്റ എടുക്കുക അറിയണം, ടാറ്റൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ. ഇനി ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ. നിങ്ങൾക്ക് വേറെ വല്ല ഇതൊന്നും ഇല്ലല്ലോ, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ എത്തി കാണുന്നവരെ ടാറ്റ ബൈ സീ യു. ടാറ്റ എടുക്ക്, ടാറ്റ പറയും, ബായ് പറയും സച്ചുട്ടാ, ടാറ്റ ബൈ പറഞ്ഞു.